അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ. എൻ്റെ ചോദ്യം ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് വരുന്ന ഒരു ക്ലിപ്പുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പോയതിന് ശേഷം നിരന്തരമായ യുദ്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 48ഓളം യുദ്ധങ്ങളിൽ നിന്ന് 28ഓളം യുദ്ധങ്ങൾ നേരിട്ട് പങ്കെടുത്തു എന്നൊക്കെ പറയുന്ന ഒരു ക്ലിപ്പാണ്. ആ ക്ലിപ്പിൽ പറയുന്നത്, ഇത്രയും 8 വർഷത്തോളം കാലം കൊണ്ട് ഇത്രയും യുദ്ധങ്ങൾ നടന്ന ഒരു സാഹചര്യത്തിൽ ഇസ്ലാം എങ്ങനെയാണ് റസൂൽ പ്രചരിപ്പിച്ചതെന്നാണ് മറുപടി പ്രതീക്ഷിക്കുന്നത്. സഹോദരൻ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം സാധാരണയായി ഇസ്ലാം വിമർശകന്മാർ കാലങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്രസക്തമായ ചോദ്യമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ, അത് ഈ 8 വർഷത്തിനിടയിൽ ഇത്രയും അധികം യുദ്ധം നടത്താൻ എവിടെയാണ് സമയമുണ്ടാവുക എന്ന് സാധാരണയായി നേരത്തെ സൂചിപ്പിച്ച പോലെ യുക്തിവാദികൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കുറച്ച് ഷിയ കുപ്പായമിട്ട് നടക്കുന്ന ചില ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നവചേകനൂരികളായിട്ടുള്ള ചില ആളുകൾ അത് ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിഷയങ്ങളെ കൃത്യമായി പ്രാമാണികമായി മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന യുദ്ധമെന്ന് മാത്രമല്ല, ഏത് സംഭവങ്ങളും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഏത് സംഭവങ്ങളെക്കുറിച്ചുമുള്ള വിമർശനങ്ങൾ നാം കേൾക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാര്യം പ്രവർത്തിച്ചിട്ടുണ്ടോ, ഏതൊരു കാര്യം ചെയ്തിട്ടുണ്ടോ, അതൊരിക്കലും തന്നിഷ്ടപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിക്കുകയില്ല എന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം. അതിൽ വളരെ വ്യക്തമായ യുക്തിയും ബുദ്ധിയും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും കൂടിയാലോചനകളും ഒക്കെ ഉള്ള കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ എവിടെയും ചെയ്തിട്ടുള്ളൂ. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ ക്ലിപ്പുണ്ടോ? കാണിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി പറയാം. ബാക്കി 8 വർഷമാണ്. ഈ 8 അവസാനത്തെ ഒരു വർഷം ഹജ്ജും കാര്യങ്ങളുമായിട്ട് അങ്ങനെയും പോയി കേട്ടോ. ബാക്കി 8 വർഷമാണ്. ഈ 8 വർഷത്തിനുള്ളിൽ എന്തൊക്കെ നബി ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്? 27 മഹായുദ്ധങ്ങൾ. ഓർത്തു നോക്കണം, 27 ഗസ്വത്തുകൾ, അതായത് പ്രവാചകൻ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾ 27. ഇത് താരീഖ് തബ്രിയിലുണ്ട്, സീറ ഇബ്നു ഇസ്ഹാഖിലുണ്ട്, സീറ ഇബ്നു ഹിഷാമിലുണ്ട്, മറ്റ് സീറകളിലെല്ലാം ഉണ്ട്. പ്രവാചകൻ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾ 27 ഇവരെഴുതി വെച്ചിരിക്കുകയാണ്. 8 വർഷം കൊണ്ട് 27 യുദ്ധങ്ങൾ നേരിട്ട് പ്രവാചകൻ പങ്കെടുക്കണമെങ്കിൽ ഒരു വർഷം ചുരുങ്ങിയത് 4 യുദ്ധങ്ങളെങ്കിലും നടക്കണം. 3 എന്തായാലും നടക്കണം. ഇരിക്കട്ടെ, കഴിഞ്ഞോ? ഇല്ല. പിന്നെയോ സരിയത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ നേരിട്ട് പങ്കെടുക്കാതെ എന്നാൽ പ്രവാചകൻ സൈനിക ശേഖരം നടത്തി പറഞ്ഞയച്ച യുദ്ധങ്ങൾ 20. അപ്പോൾ മൊത്തം 47 യുദ്ധങ്ങൾ. 8 വർഷം കൊണ്ട് 47 യുദ്ധങ്ങൾ നയിച്ചു പ്രവാചകൻ എന്ന് എഴുതി വച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യന് സാധ്യമാണോ ഇത്? അപ്പൊ എന്താണ് വിമർശനം? ഈ ഒരു വർഷത്തിനിടയിൽ ഇത്രയും അധികം യുദ്ധങ്ങൾ ഒരു മനുഷ്യന് സാധ്യമാണോ? അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. എന്നാൽ അദ്ദേഹം ഈ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. സാധ്യമില്ലാത്തൊരു കണക്കുണ്ടാവില്ലല്ലോ. അവിടെ തന്നെ ആ വൈരുദ്ധ്യം നമുക്ക് പ്രകടമാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പ്രവർത്തനങ്ങളെയും അതിൽ ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കളങ്കരഹിതമായ ജീവിതത്തെ കളങ്കപ്പെടുത്താൻ എന്തെങ്കിലും ചില കച്ചിത്തുരുമ്പുകൾ അന്വേഷിച്ച് നടക്കുന്ന ഇതുപോലെയുള്ള ചിയാവേഷം കെട്ടിയാടുന്ന ചില നവചേകനൂരികളും അതിന് ഓശാനം പാടുന്ന ചില യുക്തിവാദികളുമാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ സത്യസന്ധമായി മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ഗസ്വത്തുകളുണ്ട്, ശരീഅത്തുകളുണ്ട്. ഗസ്വത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യുദ്ധങ്ങളെ, പ്രവാചകൻ പങ്കെടുത്ത യുദ്ധങ്ങളാണ്. ആ യുദ്ധങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പ്രവാചകന്റെ പ്രവാചക ജീവിതത്തിൽ 15 വർഷക്കാലം, ആ 15 വർഷക്കാലം പ്രവാചകൻ ഒരു യുദ്ധവും നടത്തിയിട്ടില്ല. 13 വർഷക്കാലം പ്രവാചകൻ മക്കയിൽ ജീവിച്ചത് എങ്ങനെയാണ്? അന്ന് പ്രവാചകന്റെ കയ്യിൽ വാളുണ്ടായിരുന്നു, സഹാബത്തിന് മസിലുണ്ടായിരുന്നു, മാൻ പവർ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ട്.
എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ പലരും പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ആവലാദികളും പിന്നെ പ്രവാചകന്റെ അടുക്കൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, വേവലാദികൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ ക്ഷമിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ക്ഷമിക്കാൻ പറഞ്ഞ പ്രവാചകൻ മദീനയിലേക്കെത്തി. ആ മദീനയിലേക്കെത്തി മദീനയിലും സ്വൈര്യം തരികയില്ല എന്ന ഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധമുഖത്തേക്ക് നീങ്ങുന്നത്. ഞാൻ ചോദിക്കുന്നു വിമർശകന്മാർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 27 യുദ്ധത്തിൻ്റെ എണ്ണം നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നു, പ്രവാചകൻ നടത്തിയ 27 യുദ്ധങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അതൊരു അനാവശ്യമായ യുദ്ധമായിരുന്നു? അത് ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു? പ്രവാചകൻ അതിൽ അമിതാവേശം കാണിച്ചതാണ്, പ്രവാചകനത് സാമ്പത്തിക മോഹങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് തെളിയിക്കാൻ കാര്യകാരണ സഹിതം തെളിയിക്കാൻ ഒരു വിമർശകന്മാർക്ക് ഈ ആൾക്കത് സാധ്യമല്ല. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 27 മഹായുദ്ധങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു. ആ മഹായുദ്ധങ്ങളിൽ എത്ര ആളുകൾ കൊല്ലപ്പെട്ടതിൽ ഈ 27 യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ പലതും പോരാട്ടം നടന്നിട്ടില്ല. മക്കം ഫത്തിൽ അതുപോലെ തന്നെ പല യുദ്ധങ്ങളിലും പോരാട്ടം നടന്നിട്ടില്ല. 11 യുദ്ധങ്ങളിൽ മാത്രമാണ് നേർക്ക് നേരെ പോരാട്ടം നടന്ന യുദ്ധങ്ങൾ. ശത്രുക്കളുമായിക്കൊണ്ട് നേർക്ക് നേരെ പോരാട്ടം നടന്ന യുദ്ധങ്ങൾ 11. ആ പ്രവാചകൻ നടത്തിയ യുദ്ധങ്ങളിൽ ആകെ വധിക്കപ്പെട്ടത് 346 ആളുകൾ. ഈ മഹായുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം എന്നൊക്കെ പഠിച്ച ആളുകളാണ്. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മഹായുദ്ധങ്ങളിൽ ആകപ്പാടെ മുസ്ലിമീങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും വധിക്കപ്പെട്ടത് വെറും 346 ആളുകളാണ്. 2 പേരിൽ നിന്നും, മുസ്ലിമീങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നും ആകെ വധിക്കപ്പെട്ടത് ഏകദേശം 346ഓളം ആളുകളാണ്. ഇതാണ് മഹായുദ്ധങ്ങൾ എന്ന് പറഞ്ഞത്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നേരിട്ട് പങ്കെടുത്ത യുദ്ധം ചെയ്തത് 9 യുദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രവാചകന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നത് മാത്രമാണ് 25 എണ്ണം. ഇത് കൃത്യമായി വർഗീകരിച്ച് പഠിക്കാം. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യുദ്ധങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. പ്രവാചകൻ മദീനയിലേക്കെത്തി. ആ മദീനയുടെ പരിസരങ്ങളും അതിൻ്റെ ചുറ്റുപാടും മാത്രമാണ് പ്രവാചകന്റെ യുദ്ധങ്ങൾ അധികം ഉള്ളത്. ബദറാണെങ്കിലും ഉഹദാണെങ്കിലും ഖന്തക്കാണെങ്കിലും അതൊക്കെ ബനു ഖുറൈദാണെങ്കിലും ബനു നളീറയുടെ മദീനയുമായി കൊണ്ട് ചുറ്റുഭാഗത്താണ്. അതല്ലാതെ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി ആ മദീനയിൽ നിന്ന് വളരെ വിദൂരമായ സ്ഥലങ്ങളിലേക്ക് ഒരു അക്രമവാസിനോട് പോയതല്ല. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഓരോ യുദ്ധങ്ങൾ എടുത്ത് പരിശോധിച്ചു. ബദർ യുദ്ധം, ആ ബദർ യുദ്ധം അത് അനിവാര്യമായിരുന്നു എന്ന് അദ്ദേഹത്തെ ചരിത്രം പഠിച്ച റഫീഖ് സൽഫി വിശദീകരിച്ചു. അവിടുത്തെ മുസ്ലിമീങ്ങളുടെ സമ്പത്ത് അപഹരിക്കുക മാത്രമല്ല, പ്രവാചകന് മദീനയിൽ അഭയം നൽകിയതിൻ്റെ പേരിൽ നമ്മൾ ശരിക്കും വിഷയം മനസ്സിലാക്കണം. പ്രവാചകന് മദീനയിൽ അഭയം നൽകിയതിൻ്റെ പേരിൽ മദീനയിൽപ്പെട്ട അൻസാരികളായ ആളുകൾ എവിടെയൊക്കെ സഞ്ചരിക്കുന്നുവോ അവിടെയൊക്കെ ഫിത്നയും അവർക്കെതിരെ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ട് മക്കത്തെ മുശ്രിക്കുകൾ അവർ ഉപദ്രവിച്ചിരുന്നു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് ചെന്നപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പിടിച്ചു വെച്ചു മക്കക്കാര്. എന്തിനു വേണ്ടി? നിങ്ങൾ മുഹമ്മദിന് അഭയം കൊടുത്തിരിക്കുന്നു, അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കണം. ഷാമിലേക്ക് കച്ചവടവുമായി കൊണ്ട് മദീനക്കാർ പോയാൽ അവിടെ പൊറുതി വിട്ടിക്കാണ്. അങ്ങനെ ഉണ്ടായപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കച്ചവട സംഘത്തെ തടുക്കാൻ വേണ്ടി പോയി. ഞാൻ ചോദിക്കുന്നു, ഇതല്ലാതെ പ്രവാചകൻ നടത്തേണ്ട ഒരു കർമ്മം നിങ്ങൾ പറഞ്ഞേരി. തനിക്ക് അഭയം നൽകിയതിൻ്റെ പേരിൽ ഒരു ജനതയെ അന്യായമായി ആക്രമിക്കുന്നതിൻ്റെ പേരിൽ പ്രവാചകൻ കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ? അതാണോ യുക്തി? ഇനി ഉഹദ് യുദ്ധം എടുത്തോ. പ്രവാചകൻ പങ്കെടുത്ത ഉഹദ് യുദ്ധം, ആ ഉഹദ് എന്ന് പറഞ്ഞാൽ മദീനയിൽ നോക്കിയാൽ കാണുന്ന സ്ഥലമാണ്. മദീനയിൽ നിന്ന് പ്രവാചകന്റെ പള്ളിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് ശത്രു തമ്പടിച്ചിരിക്കുമ്പോൾ എന്താണ് പ്രവാചകൻ ചെയ്യേണ്ടത്? എന്താ പ്രവാചകൻ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യും കെട്ടി നോക്കിക്കോ, വരട്ടെ എന്നാണോ? ഒരു ബുദ്ധിയുള്ള ഒരു രാഷ്ട്രത്തോടും ആ രാഷ്ട്രത്തിലെ പ്രജകളോടും കടപ്പാടുള്ള ഒരു ഭരണാധികാരി എന്ത് ചെയ്യണം? അതേ പ്രവാചകൻ ചെയ്തിട്ടുള്ളൂ. അതൊരു മഹായുദ്ധമായി ചിത്രീകരിച്ച് ഇതിനിവിടെ പ്രവാചകന്റെ സമയം ചോദിക്കേണ്ടത് വിവരക്കേടാണ്. ഏത് യുദ്ധം അങ്ങനെ തന്നെയാണ്. ഇനി ഖന്തക്ക് എടുത്തോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഥവാ ഹസാബ് യുദ്ധം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? മദീനയെ ഉപരോധിക്കാൻ വേണ്ടി ലോകത്തുള്ള സകലമാന അന്ന് നിലവിലുള്ള മുഴുവൻ ശത്രുക്കളും, നമ്മളിപ്പോൾ സാധാരണ പറയണ്ടോ മുള്ളുപുരയുടെ മൂർക്കമ്പാമ്പ് വരെ എല്ലാവരും ഒരുമിച്ച് യുദ്ധമാണ്. അവർ മദീനയെ ഗരോപ ചെയ്തു, മദീനയെ വളഞ്ഞു. എന്താ പ്രവാചകൻ ചെയ്യേണ്ടത്? എന്തു ചെയ്യണം? ആ യുദ്ധം ഒഴിവാക്കാവുന്ന സാഹചര്യങ്ങൾ പരമാവധി പ്രവാചകൻ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അവർ മദീന വളഞ്ഞു. നബി എന്ത് ചെയ്യണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടങ്ങുഴിച്ചു.
പ്രതിരോധിക്കാവുന്ന മുഴുവൻ പ്രതിരോധങ്ങളും സ്വീകരിച്ചു. രക്തച്ചൊരിക്കൽ ഒഴിവാക്കാവുന്ന മുഴുവൻ മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അവസാനം അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായി. അതിൽ പ്രവാചകനും സഹാബത്തും പേടിച്ചു പോയി എന്ന് വിശുദ്ധ ഖുർആൻ കാണാം. ബനൂ ഖുറൈദ യുദ്ധം നടന്നിട്ടുണ്ട്. എന്തിനാ ബനൂ ഖുറൈദ യുദ്ധം ഉണ്ടായത്? മദീനയിൽ പ്രവാചകനുമായി കൊണ്ട് സന്ധി ഉണ്ടായ പ്രവാചകന് പുറത്തുനിന്നൊരാൾ വന്നാൽ ആക്രമിക്കുമ്പോൾ അവരെ നിങ്ങൾ സഹായിക്കരുത്, മദീനക്കൊപ്പം നിൽക്കണമെന്ന കരാറ് ലംഘിച്ചവർ എപ്പോഴാണ് ലംഘിച്ചത്? യുദ്ധമുഖത്ത് ലംഘിച്ചു. പ്രവാചകന്റെ മുറ്റത്ത് ശത്രു വന്ന് നിൽക്കുമ്പോൾ പ്രവാചകനെ സഹായിക്കണമെന്ന് കരാറുള്ള ആളുകൾ അപ്പോൾ വാക്കുമാറി. അവരെ വിടാൻ പറ്റുമോ? അവരാ മദീനക്ക് ഭീഷണിയാണ്. എന്താ പ്രവാചകൻ ചെയ്യേണ്ടത്? ഈ യുദ്ധത്തിന്റെ കണക്ക് പറഞ്ഞ് അത് മഹായുദ്ധങ്ങളായി അവതരിപ്പിച്ച് പ്രവാചകന് സമയമുണ്ടാകുമ്പോൾ ചോദിക്കുന്ന ആളുകൾ ഉത്തരം പറയണം. ഈ ബനുൽ മുസ്തലക്ക് ഗോത്രത്തെ പ്രവാചകന് ചതിച്ച, പ്രവാചകന്റെ തീഷ്ണമായ ഒരു ഘട്ടത്തിൽ പ്രവാചകന്റെ മേൽ ശത്രു ആഞ്ഞടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ പ്രവാചകനെ വഞ്ചിച്ച ചതിച്ച ആളുകളെ ആ മദീനയിൽ തന്നെ കുടിയിരുത്തണമെന്നാണോ ഇവർ പറയുന്നത്? അത് എന്ത് ബുദ്ധിയാ, ഏത് യുക്തിയാണത്? അതുപോലെ തന്നെ ബനൂ ഖുറൈദയും ഇങ്ങനെ ഖൈബർ, മക്കം ഫത്ത്, ഇതൊക്കെ മക്കം ഫത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നടത്തിയോ? രക്തരഹിത വിപ്ലവത്തിലൂടെയാണ് ആ മക്ക സാമ്രാജ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കീഴടക്കിയത്. ആ മക്ക കീഴടക്കിയപ്പോൾ അവിടെയും ചില ആളുകൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോഴാണ് ഹുനൈനിലേക്ക് പോയത്. ആ ഹുനൈനിലും ചില ആളുകൾ ഒളിച്ചോടിയപ്പോഴാണ് അവർക്ക് തായിഫിലേക്ക് പോകേണ്ടി വന്നത്. ഇതാണ് പ്രവാചകന്റെ യുദ്ധം. അതല്ലാതെ വലിയ മഹായുദ്ധങ്ങൾ നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പാളുകൾ ചെയ്യുന്നത് പോലൊന്നും ചെയ്തിട്ടില്ല. ഇനി മാത്രം ഞാൻ എൻ്റെ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു. ഇത് പറയുന്ന പ്രവാചകന്റെ യുദ്ധക്കണക്കുകൾ വലിയ കോളിൽ അവതരിപ്പിക്കുന്ന ആളുകൾ പറയേണ്ട ഒരു കാര്യം, പ്രവാചകൻ നടത്തിയ ഈ 25 യുദ്ധങ്ങളിൽ പ്രവാചകൻ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾ ഏതെങ്കിലും ഒരു യുദ്ധം അത് അനാവശ്യമായിരുന്നു, അത് ഒഴിവാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടായിരുന്നു, അത് പ്രവാചകൻ സ്വീകരിക്കാത്തത് കൊണ്ടാണ് യുദ്ധമുണ്ടായത് എന്ന് തെളിയിക്കാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ ഞങ്ങൾ ആർജവത്തോട് വെല്ലുവിളിക്കുകയാണ്. സാധ്യമല്ല. ചരിത്രത്തെ ചരിത്രപരമായി സ്വീകരിക്കുകയും ചരിത്രത്തെ സത്യസന്ധമായി കാണുകയും ചെയ്താൽ നിങ്ങൾക്കത് സാധ്യം. പ്രവാചകൻ ചെയ്യേണ്ടതാണ് അന്നൊരു ഭരണാധികാരി ചെയ്യേണ്ടിയിരുന്നത്. അതിന് 100 മാർക്ക് കൊടുക്കല്ലാതെ അതിനെ ആക്ഷേപിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അന്ധമായ വിരോധവും ഇസ്ലാമിലെ വിരോധം മാത്രം. പിന്നെ ഇയാൾ ഇവിടെ പറഞ്ഞു ശരീഅത്തിൻ്റെ കണക്ക്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ സൈനിക നടപടി. അതിൽ എണ്ണക്കുറിപ്പിൽ ഇവിടെ പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പങ്കെടുത്തിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ഒരു ഭരണാധികാരി, ഇപ്പം നമ്മൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി പോയി പിന്നെ നാദാപുരത്തുള്ള SIO അതുപോലെ CA ഇടക്കിങ്ങനെ ജീപ്പ് കൂടെ പോകും, ഒരു 4-5 ആൾക്കാരുണ്ടാവും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ചുറ്റുഭാഗത്തൊക്കെ ഒന്ന് പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു 10 ആളെ പറഞ്ഞേക്കും. അതാണ് ഒരു ശരീഅത്ത്. അതാണ് യുദ്ധം ഇവിടെ പറയണത്. ഒരു SI ഇതിൽ കൂടെ ഇങ്ങനെ പിന്നെ എന്താ പറയുക ജീപ്പ് കൂടെ പോയാൽ അത് യുദ്ധമായി അവതരിപ്പിക്കുക. അതാണ് യുദ്ധം എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ദീൻ പഠിച്ച സഹാബത്ത് പിന്നെ പ്രവാചകൻ്റെ അടുക്കൽ ഇസ്ലാം സ്വീകരിക്കും. അവർ പറയും നബി ഞങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് ആളുകളെ പറഞ്ഞു വെച്ചിരണം, എന്നാൽ 10 ആളുകളൊപ്പം പോയിക്കോട്ടെ. അതൊരു ശരീഅത്താണ്. അതിൽ എണ്ണത്തിലുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചതിച്ച ആളുകളുണ്ട്. പ്രവാചകന്റെ അടുക്കൽ വന്ന് ഞങ്ങൾ ദീൻ പഠിക്കാൻ വന്നവരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും പ്രവാചകന്റെ സഹാബത്തിനെ ക്രൂരമായി കൊണ്ട് വധിക്കുകയും ചെയ്ത ആളുകളുണ്ട്. അവർക്ക് പിന്നെ അവരോട് പ്രതികാരം ചോദിക്കാൻ വിശ്വാസം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു കാരണവുമില്ലാതെ അകാരണമായി പ്രവാചകൻ ഏതെങ്കിലും ഒരു സമുദായത്തിന് നേരെ ആരെങ്കിലും പറഞ്ഞതായി കൊണ്ട് തെളിയിക്കാൻ ലോകത്ത് ഒരു യുക്തിവാദിക്കും ഒരു വിമർശകനും ഇതുപോലുള്ള ശിയാചാരന്മാർക്ക് സാധ്യമല്ല. ഇനി ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ ഒരു 10 ആളെ പറഞ്ഞത് ചരിത്രത്തിലുണ്ട്. മദീനയുടെ ഏത് ചലനവും ചരിത്രത്തിൽ നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ സദസ്സിന്ന് ഒരു 10 ആൾ ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് സഹാബത്തുള്ള പ്രവാചകന്റെ സമൂഹം, അതിൽ നിന്നൊരു 10 ആളെ പ്രവാചകൻ പിന്നെ ഒരു കാര്യത്തിന് പറഞ്ഞു വെച്ചാൽ അത് ചരിത്രത്തിൽ രേഖയാണ്. ലോകത്ത് ഏത് മനുഷ്യന്റെ ചരിത്രത്തിലാണ് ഒരു 10 മനുഷ്യന്മാരെ പ്രവാചകൻ ഒരു സൈന്യത്തിന് ഒരു കാര്യത്തിന് നിയോഗിച്ചാൽ അത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലില്ലാതെ വേറെ ഒരു മനുഷ്യന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ഇപ്പം ഈ എണ്ണം പറഞ്ഞിട്ട് മഹായുദ്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പ്രവാചകന്റെ യുദ്ധങ്ങളെ അവമതിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ എങ്ങനെ ചരിത്രമായി? ലോകത്ത് ഏതെങ്കിലും ചരിത്രമുണ്ടോ?
പ്രവാചകന്റെ യുദ്ധങ്ങൾ അത് പ്രവാചകന്റെ മാനുഷികതയുടെയും കാരുണ്യത്തിൻ്റെയും ആ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും ഭാഗമായിക്കൊണ്ട് പ്രവാചകൻ നടത്തിയ യുദ്ധ നീക്കങ്ങളാണ്. അതല്ലാതെ ഒരിക്കലും ഒരു രക്തക്കൊതിയോ. ഇന്നിപ്പോൾ നിങ്ങൾ ആലോചിച്ചു, ഇത് പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താ? ഇത് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താ? ഇപ്പോൾ ഈ നാസ്തികന്മാർ, ഇപ്പോൾ ലോകത്ത് ഏറ്റവും വലിയ മഹായുദ്ധങ്ങൾ, ഇയാൾ പറഞ്ഞല്ലോ മഹായുദ്ധങ്ങൾ, ഈ മഹായുദ്ധങ്ങളൊന്നും വേണ്ട, ആ മഹായുദ്ധങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന ചരിത്രം അതിന് സ്ക്രീൻ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ മാവോ സേതൂങ് എന്ന് പറയുന്ന മനുഷ്യൻ 78 മില്യൺ മനുഷ്യന്മാരെയാണ് കൊന്നൊടുക്കിയത്. നിങ്ങൾ ആലോചിക്കണം. പ്രവാചകന്റെ പ്രബോധന കാലഘട്ടത്തിൽ ആകെ ശത്രുക്കളിൽ നിന്നും മുസ്ലിമീങ്ങളിൽ നിന്നും കൊല്ലപ്പെട്ട 300 ചില്ലാൻ ആൾക്കാരാണ്. 300 ചില്ലാൻ ആൾക്കാർ. ഈ മനുഷ്യൻ അയാളുടെ ആയുസ്സിൽ മുഴുവൻ കൊന്നു തീർത്തത് 78 മില്യൺ മനുഷ്യനാണ്. അയാൾ മുസ്ലിമല്ല, അയാൾ വ്യത്യസ്തമാണ്. എൻ്റെ ബുദ്ധിയാണ് എൻ്റെ മതം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. അതുപോലെ തന്നെ 23 പിന്നെ ജോസഫ് സ്റ്റാലിൻ, ഇവരൊക്കെ ഏത് മതക്കാരാണ്? ഇസ്ലാം മതത്തിൻ്റെ വലിയ നേതാക്കന്മാർ, ഇമാമിയങ്ങളാണോ? അതൊക്കെ കാണോ? ഇതൊക്കെ യുക്തിവാദ മതത്തിൻ്റെ ഇമാമിയങ്ങളാണ്. അവർ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 78 മില്യൺ മനുഷ്യന്മാർ ഉറുമ്പുകളല്ല, പച്ചയായ ഉമ്മ പറ്റ മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ട് പറയാണ്, ഓ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുക? നമ്മൾ ചോദിക്കും, ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? 78 മില്യൺ മനുഷ്യന്മാരെ, പച്ചയായ ജീവനുള്ള രക്തമോടുന്ന മനുഷ്യന്മാരെ കൊന്നു നുറുക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അതിന് നിങ്ങൾ മറുപടി പറയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധത്തിൻ്റെ കണക്കുകളും നിങ്ങൾ രക്ഷപ്പെടാൻ പോകും. അതുപോലെ തന്നെ അഡോൾഫ് ഹിറ്റ്ലർ 17 മില്യൺ ആളുകളെ, ഇങ്ങനെ മില്യൺ കണക്കുണ്ട്. ഇവരൊന്നും യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുമായിക്കൊണ്ട് യാതൊരു ബന്ധവുമില്ലാത്തവരാണെന്ന് മാത്രമല്ല, ഒരു മുസ്ലിം രാജ്യത്തിൽ പിറക്കുകയോ ആ രാജ്യം കാണുക പോലും ചെയ്യാത്ത ആൾക്കാരാണ്. ഇവരാണ് ഈ ആളുകളൊക്കെ കൊന്നൊടുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കണക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധവുമായി കൊണ്ട് ബന്ധപ്പെട്ട് ആ വിമർശനം അവസാനിപ്പിക്കുക. അതിൽ യാതൊരു പ്രശ്നവുമില്ല. ഒരു പ്രവാചകൻ്റെ ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് നോക്കുമ്പോൾ പ്രവാചകൻ അത്രക്കല്ലേ ചെയ്തിട്ടുള്ളൂ. കാരണം മദീനയെ 4 ഭാഗവും ചൊറിയുന്ന ആളുകളാണ് റസൂലുള്ളാഹിൻ്റെ ചുറ്റുഭാഗമുള്ളത്. ഇടയ്ക്ക് മുനാഫിക്കീങ്ങളുണ്ട് റസൂലുള്ളാഹിൻ്റെ ഉള്ളിൽ. പ്രവാചകന്റെ ജീവിതത്തെ സൂക്ഷ്മമായി കൊണ്ട് നിരീക്ഷിച്ച് എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് കിട്ടുമോ നോക്കി അതൊരു വലിയ ഇഷ്യൂ കൊണ്ട് നടക്കുന്ന ആ മുനാഫിക്കുകൾ റസൂലുള്ളാഹിന്റെ കൂടെ തന്നെ ഉണ്ട്. അതിനൊക്കെ പ്രവാചകനോടൊന്നും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഗത്യന്തരമില്ലാതെ സഹികെട്ട സന്ദർഭത്തിൽ മാത്രമാണ് പ്രവാചകൻ അത്തരം നടപടിയിലേക്ക് പോയിട്ട്. അത് അനാവശ്യമായിരുന്നു, അത് ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു എന്ന് കാര്യകാരണ സഹിതം തെളിയിക്കാൻ ലോകത്ത് ഈ വിമർശകന്മാരെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അത് സാധ്യമല്ല. അതുകൊണ്ട് അത്തരം പൊള്ളയാളി വിമർശനങ്ങൾക്കൊന്നും ഇസ്ലാമിനെയോ പ്രവാചകനെയോ അവമതിക്കാനും കരിവാരിത്തേക്കാനോ സാധ്യമല്ല. ഇത് മാത്രമേ ആ വിഷയത്തിൽ ഉണർത്താനുള്ളൂ.